മേലുദ്യോഗസ്ഥനെയും കണ്ട് കുറെ നാളത്തേക്കുള്ള ലീവ് എഴുതി കൊടുത്ത് പെണ്ണും കെട്ടി ആടിപ്പാടി കൂടാനുള്ള വരവ് അല്ലേ? തന്റെ കാര്യങ്ങൾ ഇത്ര വിശദമായി അലക്സി എങ്ങനെ അറിയുന്നു എന്നായിരിക്കും. അതെ, തന്റെ കാര്യം. അലക്സി, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? പ്രത്യേകിച്ച് ഇവിടെ ഇപ്പൊ ആര് കാണാനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് തമ്മിൽ നേരെ ചൊവ്വയൊന്നു കാണാനാ. നീ എന്റെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി തല്ലൂലടാ. അലക്സി, കൊച്ചന്തുണിയുടെ മോള് ചത്ത പഴങ്കഥ നീ കുത്തിപ്പൊന്തിക്കല്ലടാ. അങ്ങാടിയിലെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എന്നെ ചവിട്ടി കയ്യടി വാങ്ങല്ലടാ. എന്റെ കർത്താവേ, എടാ നിന്റെ കാലക്കടാ, പുലിമുറ്റത്ത് അലക്സി ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റ രാത്രി ഇവിടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സണ്ണിച്ചൻ പൊള്ളാച്ചിന്ന് എത്തേണ്ട നേരം നിന്റെ കഴുത്തിന്റെ മേലെ തലയുണ്ടാവില്ല. നിന്റെ നാശത്തിനാ. പുലിമുറ്റത്ത് അലക്സിക്കും സണ്ണിക്കും താല്പര്യമില്ലെങ്കിൽ എനിക്ക് കഴുത്തിന് മുകളിൽ ഈ തല വേണമെന്നില്ല. ചെറിയാൻ ചേട്ടാ, അലക്സി കുഞ്ഞിന് ഈ ബെഡ്റൂം ഒന്ന് തുറന്നു കൊടുക്ക്. ആണുങ്ങൾ ആരെങ്കിലും കുറെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. വൈകിപ്പോയോ എന്നൊരു സംശയം. ഇനി നോക്കണ്ട, കേറി. ചെറിയാൻ ചേട്ടാ, ചെറിയാൻ ചേട്ടാ, ചെറിയാൻ ചേട്ടാ, ഞാൻ ഉത്തമ, ഉത്തമ, എന്താ സാറേ? നീ ഒന്ന് വന്നേ. എന്താ കാര്യം? നീ വാ, പറയാം.
കഴിഞ്ഞു. ഉത്തമ, എന്റെ കൈ കൊണ്ട അവൻ. ചെറിയ ചേട്ടാ, സർക്കിൾ ഓഫീസിലോ SP ഓഫീസിലോ വിളിച്ച് പറഞ്ഞു താമസിപ്പിക്കണ്ട. പറഞ്ഞേക്ക്. ഉത്തമ സാർ, സാർ. ഉത്തമ, നേരം പുലരാൻ ഇനി അധികം സമയമില്ല. പുലിമുറ്റത്ത് അലക്സിയ ചത്തത്, സണ്ണി ഇറങ്ങാനുള്ളത്. ജയൻ സാറിന്റെയും നമ്മുടെയൊക്കെ ശവം നുള്ളിപ്പെറുക്കിയെടുക്കേണ്ടി വരും പുല്ലൂരാങ്കുന്നിന്റെ മുകളിൽ നിന്ന്. കുട്ടിക്കാലം മുതല് പോലീസുകാരുടെ കൂടെ ജീവിച്ചു കിട്ടിയ ധൈര്യല്ലേ ഇപ്പൊ അതാ വേണ്ടത്. ആ ധൈര്യം മാത്രം. വാ. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലല്ലോ. മുകളിലിരിക്കുന്നവന്റെ തീരുമാനം നടന്നു എന്ന് വിചാരിച്ചാ മതി. ചാവണ്ടോ നിന്നെ ചത്തത്. വയറ് കീറി കഴുത്തിലും കാലിലും കല്ല് കെട്ടി ഭൂതത്താൻ കയറ്റിക്കൊണ്ട് താത്തുക. ഞാനും വരാം. വേണ്ട, ഞാനായിക്കോളാം. ജയേട്ടനെ നോക്കിയാ മതി. അത് തറവാടിത്തം. ഒടുവിൽ ഞാൻ പറഞ്ഞ പോലെയായി. പന്തിയിൽ ഇലയിട്ട് ആളിരുന്ന ശേഷം കണ്ണിക്കണ്ട ഹോട്ടലിലും കുച്ചിരിയിലും ഒക്കെ ചോറും കൂട്ടാനും അന്വേഷിച്ചൊരു ഓട്ടപ്പാച്ചില് പിശിക്കേ. ഈ വെപ്പുകാർക്ക് ഈ മുറുക്കുന്ന ശീലം അത്ര നല്ലതല്ല. വെക്കുമ്പോ മുറുക്കാറില്ല. മുറുക്കുന്നു പറഞ്ഞാൽ വെക്കാറില്ല. അത് തറവാടിത്തം. ഓ, പതുക്കെ പറഞ്ഞാൽ എനിക്ക് ചെവി കേൾക്കാം. അതും തറവാടിത്തം. അപ്പോഴേ ഇനി 2 ദിവസമേ ഉള്ളൂ. സാധനങ്ങൾ ലിസ്റ്റിംഗ് കൊണ്ട് തരിക. അത് കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും. പിന്നെ എലിയിട്ടിട്ട് ഓടേണ്ടി വന്ന ഞാൻ ഓടുകയല്ല, തന്നെ ഞാൻ അടിച്ചോടിക്കും. ഉണ്ടാവില്ല. ഞാൻ വെച്ചാൽ തികഞ്ഞതാ, ബാക്കിയാവുള്ളൂ. അതും വേണ്ട. വില കൂടി അരിയും സാധനങ്ങളാ വാങ്ങിച്ചേരുന്നേ. അത് തറവാടിത്തം. വാചകടിക്കാതെ ജോലി നോക്കണം വെപ്പ. അതും തറവാടിത്തം. ഹലോ ബ്രദേഴ്സ്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് കുളിയും ജപമൊന്നുമില്ലേ? ഊണായി. അല്ല, അത് മൂപ്പർക്ക് കല്യാണത്തിന്റെ ഒരു എന്താ പറയാ, ഓ, പച്ച മലയാളത്തിൽ കൺഫ്യൂഷൻ എന്ന് പറയും. ആ അത് തന്നെ. കണ്ണ,
നീ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നില്ലല്ലോ, ഗൗരിയെ. അവളാ ഇതിന്റെയൊക്കെ ഒരു ആവേശക്കാരി. ആ ഇന്നലെ ഉത്തമേട്ടനെ ഈ വഴിക്ക് കണ്ടില്ല. ഞാൻ നോക്കിയിരുന്നത് ബാക്കി. ആ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ അവിടെ മതി ഒരുങ്ങിയത്. വാ പോവാ. നിന്റെ കല്യാണം അല്ല അവിടെ, അവന്താ തീ ചവിട്ടിയാ നിക്കുന്നെ. ഞാൻ റെഡി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാനങ്ങ് എത്തിക്കോളാം. മൂപ്പർക്ക് ഇത് എന്തെയാവോ ഒരു കനം? ഏയ് ഒന്നുമില്ല. എന്താ ഇപ്പൊ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. ഇതുപോലൊരു ദിവസം നമ്മുടെ കല്യാണ തലേന്ന് മുറ്റത്തൊരു പന്തല്, നിറച്ച ആൾക്കാര്, ഇതൊക്കെയല്ലേ? ഏയ് ആ വേറെന്താ നമുക്ക് ഓർക്കാൻ അല്ലേ? നാളെ അവരുടെ കൂട്ടത്തില് നമുക്കും അങ്ങോട്ട് കിട്ടിയാലോ? ആ വാ. ഇത് വണ്ടിയിലേക്ക് വെച്ചേക്കോ. ആ തറവാടുത്ത സ്വാമി ആള് കത്തിയാണെങ്കിലും പാചകം കേമായിരിക്കും. ആട്ടെ, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയോ ഉത്തമ? ആ കുറേശ്ശെ. അലക്സ് ഇത് എവിടെ പോയതാ? കണ്ണിച്ചാൻ പലതവണ വിളിച്ചിരുന്നു. എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഒറ്റയ്ക്ക് ഇതിനുള്ള വല്ല ഓള് കാണും. ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഏത് പണ്ടാറത്തിലാണാവോ. എന്തായാലും ഇന്നെത്താതിരിക്കില്ല, നാളെ ചന്തയല്ലേ. ഇതെന്താ ഉത്തമ ഇത്രയും പൈസ? സാറിന്റെ കല്യാണം നിന്റെ തലയ്ക്ക് പിടിച്ചോ? ഇതാ. ഞാനേ പെണ്ണിന്റെ അച്ഛൻ, പയ്യന്റെ അമ്മാവൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓൾ ഇൻ ഓൾ. ഈ സദ്യ ഉണ്ടാകുന്നതിനോട് പിന്നാലെ പെട്ടിയും കൊണ്ട് നടന്നുകൊണ്ട് കാലെനിക്ക് പ്രയോജനമില്ല. ഊണും കഴിഞ്ഞ് ഏമ്പക്കം വിട്ടിച്ച് അവരങ്ങ് പോവും. ഇതിന്റെ ചില്ലാനത്തിന് നീ വരേണ്ടത് എന്റെ അടുത്താ. ഞാൻ ഈ ടിവിയിൽ നിറഞ്ഞു നിൽക്കട്ടടാ. ലൈറ്റ് പിടിച്ചേ, അത് ഭാവിയിൽ നിനക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താ നടക്കണേ? എന്റെ മോളുടെ കല്യാണം. അല്ലാതെ പെണ്ണിന്റെ അച്ഛന്റെ ഫാഷൻ പരേഡ് ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാടോ താൻ കുറെ നേരമായി ഒന്ന് കുറയ്ക്കണേ? ആ ചെക്ക, നീ ഈ പെട്ടിയും കൊണ്ട് ഈ സാധനത്തിന്റെ പിന്നാലെ കെട്ടിത്തിരിയാണ്ടേ അവിടെ പെണ്ണൊരുങ്ങുണ്ട്, അത് പോയിട്ടേ. അയ്യോ, ഞാനിത് മറന്നുട്ടാ. അതെടുത്തേക്ക് വേഗം വാ, അപ്പോഴേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കാം. അല്ല, അപ്പൊ തനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ മീശ കല്യാണത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തതാ? അയ്യേ, ഇത് ഒറിജിനലാ. അപ്പൊ അത് നന്നായിട്ട് പിരിച്ച് ഒരു കാക്കി പാന്റ് കയറ്റി ആ ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നിട്ട്. ഞാൻ റെഡി. പക്ഷേ ആ ക്യാമറക്കാരൻ അങ്ങോട്ട് വിടണം. ആ, ഞാൻ കാക്കി പാന്റ് ഇട്ടേ. ഒന്ന് വഴിമാറി. ഒരു കഴുതമാട്. എന്റെ ഗൗരിയെ മണിക്കൂർ എത്രയാ കുട്ടിയെ പിടിച്ചെടുത്തിട്ട്? ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് മറിക്കേ, ഇതൊന്നും പിടിച്ചേ. എന്നാ പിന്നെ അമ്മയ്ക്ക് നേരത്തെ വന്ന് ഒരുക്കായിരുന്നില്ലേ? എന്താ പറഞ്ഞേ? ആ, പിണങ്ങിയോ അമ്മേമോളും? പിണങ്ങാനൊക്കെ കാര്യമല്ലോ വേണോ? പോവാൻ തേടി. അതിന് എന്റെ മെക്കിട്ടൊന്നും കേറണ്ട. ഉത്തമേട്ടനാ പോയത്. പാവം, ഒരു പോള കണ്ണടച്ചില്ല എന്റെ കുട്ടി ഇന്നലെ. ഈ അങ്ങാടിയിലേക്കുള്ള ഓട്ടം മുഴുവനും അവനുള്ളതാണല്ലോ. വിശ്വമോഹനം ഹരിതീശ്വരം. എന്താ വൈകി? ആ ഞാൻ ഒരാളല്ലേ എല്ലാം കൂടി. മാല കൃഷ്ണേട്ടാ, ഒരു സൈക്കിൾ എടുക്കണേ. എവിടേക്കടാ രാവിലെ തന്നെ ഇത്ര ധൃതി പിടിച്ച്? അറിഞ്ഞില്ലേ, ഭൂത്താങ്കത്ത് ഒരു ശവം പൊങ്ങിട്ടുണ്ടത്രേ. ആണോ പെണ്ണോ? ആർക്കറിയാം, ഞാൻ പോയി നോക്കിട്ട് വരാം. ചെല്ല്. ചത്തെങ്കി പിന്നെ ആണായാലും പെണ്ണായാലും ഒക്കെ കണക്കാ അല്ലേ ഉത്തമ? വന്നാട്ടെ അങ്ങോട്ടിരിക്കാം. എന്താ ഇത്ര ലേറ്റ് ആയത്? ട്രെയിൻ മിസ്സായി പോയി, അതോട്ടാ. ശരി. നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? നിന്നെ കാണാത്തതുകൊണ്ട് ഇവിടെ ലഹളയാ, വേറെ ആരുമല്ല, നിന്റെ മഞ്ചാടിക്കുരു. പൂവെത്താൻ വൈകിയതുകൊണ്ടായിരിക്കും. പൂവൊക്കെ കല്യാണത്തിന്റെ ഒരു പൈങ്കിളി ഏരിയാടാ. ഇതൊക്കെ വലിയ പ്രശ്നമാ പെണ്ണുങ്ങൾക്ക്. നീ കൊണ്ടു കൊടുക്ക.
നമസ്കാരം. നമസ്കാരം. ഉത്തമേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? എല്ലാം പെട്ടെന്ന് വേണം. വേഗായിക്കോട്ടെ. എന്തിനു പറയണു, ഒരു കാക്കി പാന്റ് ഇട്ട് മീശയും പിരിച്ച് ആ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. എന്താടാ? എന്താ കാര്യം പറ. ശവം പൊങ്ങി. ഞാൻ കണ്ടു. ദേന്ന് പറയുമ്പോഴേക്കും സംഗതി കാട്ടുതീ പോലെ പരക്കും. ഇവിടെങ്ങാനും അറിഞ്ഞ ജയേട്ടന്റെ ചെവിയിലെത്തിയ എന്താ ചെയ്യാ ചെറിയ ചേട്ടാ? നമ്മൾ എന്താ ചെയ്യാ? മുഹൂർത്തം കഴിയുന്നത് വരെ മൂടി വെച്ചേ പറ്റൂ. ഹലോ. ശരി, പറയാം. ആരാ? കോട്ടയത്ത് നിന്നൊരു സജി തോമസാ. വിഷയം ഞാൻ വിളിച്ചതാ. എവിടെയായിരുന്നു നീ? ഇത് പന്തലി തിരക്കണോ? ഓടി ഓടി തളർന്നു അല്ലേ?